ഹായ് യൂട്യൂബിലിപ്പോൾ ഇതുപോലെയുള്ള എ ഐ വീഡിയോകൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇങ്ങനത്തെ എ ഐ വീഡിയോകൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഫ്രീ ആയി അതും ഈസി ആയി ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഞാൻ പല വീഡിയോസും കണ്ടു. അതിലെല്ലാം വെബ്സൈറ്റുകൾ ലോഗിൻ ചെയ്ത് പ്രോംപ്റ്റ് കൊടുത്ത് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന എ ഐ വീഡിയോസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ആവശ്യം ഇല്ലാത്ത ഇടങ്ങളാണെന്ന് തോന്നുന്നവർ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണാം. നമ്മുടെ ഫോണിലെ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് യൂട്യൂബ് ക്രിയേറ്റ് എന്നൊരു ആപ്പ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് സെർച്ച് ബട്ടണിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് നമുക്ക് മേലൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം. അപ്പോൾ ദേ ഈ കാണുന്ന യൂട്യൂബ് ക്രിയേറ്റ് എന്ന ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. എൻ്റെ ഫോണിൽ ഓൾറെഡി ഈ ആപ്പ് ഉണ്ട്, പക്ഷെ അത് അപ്ഡേറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാണ്. ഇല്ലാത്തവർ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടെടുക്കുക. My sanity about to break while everyone I know's out. യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ സ്ക്രീനാണ് ഈ കാണുന്നത്. ഈ ഒരു മെയിൻ സ്ക്രീനിൽ തന്നെ ഒരുപാട് എ ഐ വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഒരുപാട് എ ഐ വീഡിയോസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൽ നിന്നൊരു വീഡിയോ എടുത്ത് ഞാനിവിടെ പ്ലേ ചെയ്യാം. നല്ല മഴയാണല്ലേ ടോമി, നമുക്കുള്ളിൽ പോയാലോ? ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഈ ഒരു ആപ്പിൽ കിടക്കുന്നുണ്ട്. ഇനി മറ്റൊന്നും കൂടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ആരോഗ്യமான നട്ട്സ് ലഡ്ഡു റെഡി. ഇപ്പടി ഉരുണ്ടയാക പിടിക്കുമോ? ഇപ്പോൾ കണ്ടില്ലേ, പല ഭാഷകളിൽ പല ടൈപ്പ് വീഡിയോസാണ് ഈ ഒരു ആപ്പിൽ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് ഇനി എങ്ങനെ നമുക്ക് വേണ്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഈ വീഡിയോസിൽ നിന്ന് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ റീമിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് ടച്ച് ചെയ്തപ്പോൾ അത് കാണാതെ പോയതുകൊണ്ടാണ് ഞാൻ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് ടച്ച് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ എന്താണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിവിടെ കാണിക്കാം. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, ഈ സ്ത്രീ ഓട്സ് കുറുക്കി ഉണ്ടാക്കുന്നത് കാണിക്കണം. ഇനി വീഡിയോക്കകത്ത് എന്തെങ്കിലും ഡയലോഗ്സ് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകം കാണിക്കണം. ഇൻവെർട്ടഡ് കോമ ഇട്ടിട്ട് വേണം അത് എഴുതി കൊടുക്കാൻ. അത് ക്ലോസ് ചെയ്യാൻ വേണം. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ വീഡിയോയിൽ എന്തെല്ലാം ആണോ വേണ്ടത് അതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഡയലോഗ്സ് പ്രത്യേകം കാണിക്കുകയും വേണം. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഡയലോഗ് ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉണ്ടാക്കാം എന്നാണ്. അത് ഇൻവെർട്ടഡ് കോമ ഇട്ടിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത ഭാഗം പിന്നെയും ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ മാറ്റി കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിലവിൽ ഈ വീഡിയോയിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പെൺകുട്ടി മുഖത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മുഖത്ത് തേക്കുന്ന ഒരു സംഭവം, എന്തോ ഒരു ക്രീം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുവരണം, കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ട് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, വീടിന് മുറ്റത്തേക്ക് ഇറങ്ങി ആ പെൺകുട്ടി ഒരു മരത്തിൽ നിന്ന് ഇല പറിക്കുന്നത് കാണിക്കണം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ പെൺകുട്ടി അതുപോലെ ചെയ്ത് നമുക്ക് വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തി ടൈപ്പ് ചെയ്ത് നമുക്കതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എനിക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ ഞാനിതാ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സൈഡിലായിട്ട് കാണുന്ന ആ ഒരു റൗണ്ട് വൈറ്റ് ഒരു റൗണ്ട് കളർ കാണുന്ന അതിലൊരു ആരോ ചിഹ്നമുണ്ട്. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ജനറേറ്റ് ചെയ്യും.
ഇതേ കണ്ടില്ലേ, ജനറേറ്റിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 0% എന്നാണ് കാണിക്കുന്നത്. അത് കംപ്ലീറ്റ് ആകുമ്പോൾ വീഡിയോ നമ്മൾ എന്താണോ മാറ്റം വരുത്തിയത് ആ വീഡിയോ നമുക്ക് കിട്ടും. പക്ഷേ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം അത് അംഗീകരിക്കാൻ പറ്റാത്ത, അതായത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് ജനറേറ്റ് ആയി കിട്ടില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അവർ ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. Is wherever we make it. Do you hear that? അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഇതാ പെട്ടെന്ന് തന്നെ കയറി കംപ്ലീറ്റായി വീഡിയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉണ്ടാക്കാം. ടേസ്റ്റി ഓട്സ് റെഡി. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉണ്ടാക്കാം. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത എല്ലാ ആശയങ്ങളും വെച്ചിട്ട് എനിക്ക് നല്ല വ്യക്തവും ക്ലിയറും ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആകെ 2 ഡയലോഗ്സേ കൊടുത്തിട്ടുള്ളൂ. ആ 2 ഡയലോഗും ആ വീഡിയോയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇനി ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഈ വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇനിയിപ്പം എഡിറ്റിംഗ് ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷൻസുകളൊക്കെ ഇതിലുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും നല്ല വീഡിയോസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ. And you can finally pull the tags on your Tommy Bahama shirt. Blue crush up on the 85-inch sound machine when we wanna hear the ocean. I think everything we need is right here. And there ain't a palm tree in sight, but there's no